ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ക്ലാസ് 67, പേജ് നമ്പർ 58. ഖളാഉൽ ഹാജത്ത് അഥവാ വിസർജനം കറാഹത്തുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതാകെ 10 കിതാബ് പരാമർശിച്ചിട്ടുള്ളത്. അതിൽ 4-മത്തത് നമ്മൾ വായിച്ചു. തഹ്ത മുസ്മിറത്തിൻ, ഫലം കായ്ക്കുന്ന മരത്തിൻ്റെ താഴേന്ന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അടിക്കുറിപ്പ് 4-ാം നമ്പറിൽ കാണാം. മംലൂക്കത്തിൻ ലഹു ഔ മഅ്ദൂനത്തിൻ, ഒന്നുകിൽ ഇവൻ്റെ ഉടമസ്ഥതയിലുള്ള മരമാണത്, അല്ലെങ്കിൽ വേറൊരാളുടെ മരമാണ്, ഇവൻ അതിൽ സമ്മതം കിട്ടിയിട്ടുണ്ട് എന്ന്. അവിടെ അങ്ങനെ വിസർജനം നടത്താൻ ഇവന് സമ്മതമുണ്ട്. അതിൻ്റെ ഉടമസ്ഥൻ്റെ ഭാഗത്തുനിന്ന് ഇവന് സമ്മതം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവൻ്റെ തന്നെ മരമാണ്. അപ്പോഴാണ് അവിടെ ഇത് വിസർജനം എന്നുള്ളത് കറാഹത്താണ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയണത് അല്ലെങ്കിലോ എന്നാണ്, ഹറാമെന്നാണ് അതിൻ്റെ മസല. ഏത്? ഇവൻ്റേത് അല്ല, അപ്പോൾ വേറൊരാളുടേതാണ്, ആ ആളുടെ സമ്മതവുമില്ല, അത് ഹറാമാണ്. അത് പിന്നീട് വരുന്നുണ്ട്. ഇനി നമ്മൾ 59-ാമത്തെ പേജാണ് വായിക്കുന്നത്. ജുഹ്റുൻ, മാളം. മാളത്തിലേക്ക് മൂത്രമൊഴിക്കൽ കറാഹത്താണ്. മാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഖബുൻ ഔ സറബുൻ എന്നാണ്. ഒന്നുകിൽ സഖബ് അഥവാ റൗണ്ടിലുള്ള ദ്വാരം, അല്ലെങ്കിൽ സറബ് നീണ്ട വിള്ളൽ, ഭൂമിയിലിങ്ങനെ നീളത്തിലുള്ള വിള്ളൽ. ഈ രണ്ടിനെയും ജുഹർ എന്ന് പറയാം. ജുഹർ എന്നതിൻ്റെ വിവക്ഷയിൽ ഇത് രണ്ടും പെട്ടു. അത് രണ്ടിൻ്റെ അകത്തും കറാഹത്താണ്. അതിലൊക്കെ നമുക്ക് ഹാനികരമായ അവസ്ഥകളുണ്ട്. കാരണം പൊത്തിലേക്ക്, ദ്വാരത്തിലേക്കൊക്കെ മൂത്രമൊഴിച്ചാൽ അതിലൊക്കെ എന്തെങ്കിലും ഉപദ്രവകാരികളായ ജീവികളുണ്ടെങ്കിൽ അത് നമുക്ക് പ്രയാസമാവും. മറ്റൊന്ന് മഹല്ലു സ്വൽബിൻ എന്നാണ്, നല്ല ഉറച്ച സ്ഥലം. സ്വൽബിൻ്റെ സ്ഥലം, ഉറച്ച സ്ഥലം. നല്ല ഉറച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് മൂത്രമൊഴിച്ചാൽ തെറിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്നത്, കറാഹത്താണ്. മഹബു രീഹിൻ, കാറ്റടിച്ച് വീശുന്ന സ്ഥലം. കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ ഈ പറയപ്പെടുന്നത് കറാഹത്താണ്. അപ്പോൾ ഇവൻ മൂത്രമൊഴിക്കുകയാണെങ്കിൽ കാറ്റിൻ്റെ എതിർദിശയിലേക്ക് ഇരുന്ന് മൂത്രമൊഴിക്കണമെന്നാണ്. അപ്പോൾ യസ്തദ്ബിറുഹു ബിൽ ബൗലി, മൂത്രമൊഴിക്കുമ്പോൾ അവൻ ഒരു കാര്യം ചെയ്യണം, കാറ്റിലേക്ക് പിന്തിരിഞ്ഞിരിക്കണം. ഇവൻ്റെ ദുബർ ഭാഗം, പുറം ഭാഗം കാറ്റിൻ്റെ നേരെ ആക്കുക. വയസ്തഖ്ബിലുഹു ബിൽ ഗായിത്തി, ഇവൻ കാഷ്ടമാണ് പോകുന്നതെങ്കിൽ, കാഷ്ടിക്കുകയാണ് എങ്കിൽ അവൻ കാറ്റിൻ്റെ നേരെ ഇരിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അത് അടിക്കുറിപ്പിൽ അവിടെ 2-ാം നമ്പറിൽ കാണാം. അങ്ങനെ ഈ കാറ്റടിച്ച് വീശുന്ന സ്ഥലത്ത് അങ്ങനെ ഈ പറയുന്ന വിസർജനത്തിന് ഇരിക്കൽ കറാഹത്തുണ്ട്. ഇന്ദൽ ഖബരിൽ മുഹ്തറമി, ആദരിക്കപ്പെടുന്ന ഖബറിൻ്റെ അടുക്കൽ. ആദരിക്കപ്പെടുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി അല്ലാത്തവരെ ഖബറാണ്. നബിയുടെ ഖബറിൻ്റെ അടുക്കൽ ഇരുന്ന് ഇത് ചെയ്യൽ ഹറാമാണ് എന്ന് താഴെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പറയണത് ഖബറിൻ്റെ പരിസരത്ത് നിന്നാണ്. ആദരിക്കപ്പെടുന്ന ഖബർ, മുസ്ലിമിൻ്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്. മുസ്ലിമിൻ്റെ ഖബർ, ആ ഖബറിനോട് നമ്മളൊരു ഹുർമത്ത് കൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പരിസരത്തിരുന്നത് ചെയ്യൽ കറാഹത്താണ്. ഇന്ദ ഖുബൂരിൽ ഔലിയാഇ വൽ ഉലമാഇ വശുഹദാഇ അഷദ്ദു കറാഹത്തൻ, ഔലിയാക്കളുടെ, ആലിമീങ്ങളുടെ, ശുഹദാക്കളുടെ ഖബറുകൾക്കടുത്തിരുന്ന് ഇത് ചെയ്യൽ വളരെ കടുപ്പം കൂടിയ കറാഹത്താണ്. മഹാന്മാരുടെ ഖബറുകൾ, വലിയ ഔലിയാക്കളുടെ, ആലിമീങ്ങൾ, ശുഹദാക്കളുടെ ഖബറിൻ്റെ പരിസരത്തിരുന്ന് ചെയ്യൽ വലിയ കറാഹത്താണ്. 9-ാമത്തേത് മുസ്തഹമ്മുൻ ലാ മംഫദ ലഹു, ദ്വാരമില്ലാത്ത ബാത്റൂം, കുളിമുറി. മുസ്തഹമ്മ് എന്ന് പറഞ്ഞാൽ കുളിമുറി, അതിന് മൻഫദില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ദ്വാരം ഇല്ല പുറത്തേക്ക്. അപ്പം അതിലൂടെ മൂത്രമൊഴിച്ചാൽ മൂത്രമൊക്കെ അങ്ങോട്ട് കടന്നു പോകും. അങ്ങനത്തെ ഒരു ദ്വാരം ഇല്ല എങ്കിൽ അവിടെ കറാഹത്ത് വരുന്നുണ്ട്. ബി കുർബി ജിദാരിൽ മസ്ജിദി, പള്ളിയുടെ ഭിത്തിയുടെ പരിസരത്തിരുന്നിട്ട്
അപ്പം നമ്മൾ പള്ളിയുടെ മുറ്റത്തിറങ്ങാം, എന്നിട്ട് പള്ളിമുറ്റത്ത് പള്ളിയുടെ ഭിത്തിയോട് ഇങ്ങനെ ചേർന്നിരുന്നിട്ട് അത് ചെയ്യൽ കറാഹത്താണ്. കാരണം അതൊന്നും പള്ളിയുടെ ബഹുമാനത്തിൽപ്പെട്ടതല്ലല്ലോ, പള്ളിയുടെ ബഹുമാനത്തിനെതിരല്ലേ അത്. അടുത്ത ചർച്ച അൽ മവാലി ഉല്ലത്തി യഹ്റുമു ഫീഹ ഖദാഉൽ ഹാജ, വിസർജനം ഹറാമായ സ്ഥലങ്ങൾ. വിസർജനം നടത്തൽ ഹറാമാകണ സ്ഥലങ്ങൾ അത് ഏതൊക്കെയാണെന്നാണ് പറയണത്. യഹ്റുമു ഹറാമാണ് വിസർജനം നടത്തൽ അലാ മത്ഊമിൻ, ഭക്ഷണത്തിൻ്റെ മേൽ, ഭക്ഷണ പദാർത്ഥത്തിൻ്റെ മേൽ വിസർജിക്കുക. വഅദ്മിൻ, എല്ലിൻ്റെ മേൽ. വ മുഅല്ലമിൻ, ആദരിക്കപ്പെടുന്ന എന്താണെങ്കിലും അതിൻ്റെ മേൽ ഇരുന്ന് ഇത് ചെയ്യൽ ഹറാമാണ്. വക്കബരി മുഹ്തറമിൻ, അതേപോലെ ആദരിക്കപ്പെടേണ്ട ഒരാളുടെ ഖബറിൻ്റെ മേൽ ഇരുന്ന് ഇത് ചെയ്യൽ ഹറാമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുഹത്തറമായി കൽപ്പിക്കപ്പെടേണ്ട ഖബറിൻ്റെ പരിസരത്തിരുന്ന് ചെയ്യൽ കറാഹത്താണ്. ഇപ്പോൾ പറഞ്ഞ അങ്ങനെയല്ല, ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു മുസ്ലിമിൻ്റെ ഖബർ എന്ന് പറയുമ്പോൾ ആ ഖബറിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഒരു ഹുർമത്തോടെ കാണണം. അതുകൊണ്ടാണല്ലോ ഖബറിൻ്റെ മേലെ ചവിട്ടരുത് എന്നൊക്കെ കിതാബുകൾ പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഖബറിൻ്റെ മേൽ വിസർജിക്കൽ, നേരത്തെ പറഞ്ഞത് പരിസരത്ത് എന്നാണ്. ഇനി പറയട്ടെ, ഒബി കുർബി ഖബരി നബിയിൻ, നബിയുടെ ഖബറിൻ്റെ പരിസരത്ത്. നേരത്തെ പറഞ്ഞത് നബി അല്ലാത്ത മറ്റുള്ളവരുടെ ഖബറിൻ്റെ പരിസരത്ത് കറാഹത്ത്, അത് തന്നെ മഹാന്മാരുടേത് കടുപ്പം കൂടിയ കറാഹത്ത്. ഇപ്പോൾ പറയണത് നബിയുടെ ഖബറിൻ്റെ പരിസരത്ത് ഹറാമ് ഇത് ചെയ്യൽ. ഒഫി മസ്ജിദിൻ, പള്ളിക്കുള്ളിൽ വിസർജിക്കൽ ഹറാമ്. ഒ തഹത്ത മുസ്മിറത്തിൻ മംലൂക്കത്തിൻ ലിഗൈരിഹി, മറ്റൊരാളുടെ ഉടമപ്പെട്ട വേറൊരാൾക്ക് മിൽക്കുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷം അതിൻ്റെ ചോട്ടിലിരുന്നത് ചെയ്യൽ ഹറാമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മുടേത് അല്ലെങ്കിൽ വേറൊരാളത് നമുക്ക് അനുവാദമുണ്ടെങ്കിൽ കറാഹത്ത്. ഇതിപ്പോൾ പറയണത് വേറൊരാളുടെ മരത്തിൻ്റെ ചോട്ടിലിരുന്ന്, അവിടെ 5-ാം നമ്പറിൽ കാണാം ബിലാ ഇദ്നിഹി, അവൻ്റെ സമ്മതമല്ലാതെ. കാരണം സമ്മതം ഉണ്ടെങ്കിൽ കറാഹത്താണ്. സമ്മതമല്ലാതെ വേറൊരാളുടെ മരം അതിൽ സമ്മതമല്ലാതെ ചെയ്താൽ അത് ഹറാമാണ്. ഒഫി മാ ഇൻ ഔ മൗലി ഇൻ കദാലിക്ക, അതേപോലെ തന്നെ മറ്റൊരാളുടെ വെള്ളം, മറ്റൊരാളുടെ സ്ഥലം, അവൻ്റെ സമ്മതമില്ലാതെ അതിൽ ഇത് ചെയ്താൽ അതും ഹറാമാണ്. മരത്തിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണ് വെള്ളം, സ്ഥലം വേറൊരാളുടേതാണ്, അതാണ് കദാലിക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരാളുടേതാണ്, അത് അവൻ്റെ സമ്മതമില്ല, അങ്ങനെ ചെയ്താൽ ഹറാമാണ്. ഇനി പറയാം, മുസ്തഖ്ബിലൽ ഖിബ്ലത്തി ഔ മുസ്തദ്ബിറഹ, ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഖിബിലയിലേക്ക് പിന്നിട്ടിരുന്നു കൊണ്ട്. അപ്പം നമ്മുടെ മുൻഭാഗം ഖിബിലയിലേക്കാക്കുക, അല്ലെങ്കിൽ പിൻഭാഗം ഖിബിലയിലേക്കാക്കുക. അങ്ങനെ ചെയ്തു, അങ്ങനെ വിസർജിക്കൽ ഹറാമാണ്. എപ്പോൾ ഹൈസുലം യക്കുൻ ജിഹത്തഹ, ആ ഖിബിലയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ സാത്തിറുൻ, ഒരു മറ. എങ്ങനെയുള്ള മറ? ബിർത്തിഫായി സുലുസൈ ദിറായിൻ, ഒരു മുഴത്തിൻ്റെ 2/3 ഉയരമുള്ള മറ. ഫാക്സറ, അല്ലെങ്കിൽ ആ മറയ്ക്ക് അതിനേക്കാൾ കൂടുതൽ ഉയരം വേണം. ഒരു മുഴത്തിൻ്റെ 2/3 ഉയരം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉയരം. ആ മറയും നമ്മളും തമ്മിൽ എങ്ങനെയായിരിക്കണം? ബി കുർബി സലാസത്തി അദ്റുഇൻ, 3 മുഴത്തിൻ്റെ അടുപ്പം വേണം. ഫാക്കല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ അടുപ്പം വേണം. ഏറ്റവും കൂടിയാൽ ആ മറയും നമ്മളും തമ്മിലുള്ള അകലം എത്രയേ പറ്റുള്ളൂ? 3 മുഴം. 3 മുഴത്തിനേക്കാൾ അകലം കൂടുതൽ പാടില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ ആയിരിക്കണം അകലം. ഈ മറയ്ക്ക് എന്ത് വേണം? 1 മുഴത്തിൻ്റെ 2/3 ഉയരം വേണം. അങ്ങനെയുള്ള ഒരു മറ ഖിബിലയുടെ ദിശയിലുണ്ട് എങ്കിൽ ഈ പറയപ്പെടുന്ന ഹറാമു വരൂല. അതില്ല, ഈ പറഞ്ഞ രൂപത്തിലുള്ള മറ, ഉയരമുള്ള മറ, ആ മറയോട് നമ്മുടെ അടുപ്പം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹറാമില്ല. ഈ പറഞ്ഞ രീതിയിൽ ഇല്ലെങ്കിൽ ഹറാമു വരും. ഈ ഹറാമ് വരണത് എങ്ങനെയാണ്? 7-ാം നമ്പർ, ബി ഐനിൽ ഫർജി അൽ ഖാരിജി മിൻഹുൽ ബൗലു അവിൽ ഗായിത്തു,
മൂത്രമാവട്ടെ കാഷ്ടം ഏതാണെങ്കിലും ശരി, ഇവനിൽ നിന്ന് പുറപ്പെടുന്ന വിസർജ്യം, ആ മാലിന്യം എന്തോ, ആ മാലിന്യം പുറപ്പെടുന്ന ദ്വാരം കൊണ്ട് കിബിലയിലേക്ക് തിരിയുക, ഇതാ ഉദ്ദേശിക്കണം. അത് ചിലപ്പോൾ മുൻഭാഗം തിരിക്കലാവാം, ചിലപ്പോൾ പിൻഭാഗം തിരിക്കലാവാം. ഈ വിസർജനം നടക്കുമ്പോൾ രണ്ട് ദ്വാരമുണ്ടല്ലോ, മൂത്രം പോകുന്ന ദ്വാരം, മലം പോകുന്ന ദ്വാരം. ഇതിൽ ഏത് വിസർജനമാണോ നടക്കുന്നത്, എന്താണോ പോകുന്നത്, ആ വിസർജ്യ വസ്തു പോകുന്ന ദ്വാരം കിബിലയിലേക്ക് തിരിക്കാൻ പാടില്ല. അപ്പോൾ ഒരാൾ കാഷ്ടിക്കുകയാണെങ്കിൽ അവൻ്റെ ദുബുർഭാഗം കിബിലയിലേക്ക് തിരിക്കാൻ പാടില്ല. മൂത്രമൊഴിക്കുകയാണെങ്കിൽ അവൻ്റെ മുൻഭാഗം കിബിലയിലേക്ക് തിരിക്കാൻ പറ്റൂല. അപ്പം നോക്കിക്കുക, ഒരാൾ മൂത്രമൊഴിക്കുകയാണ്, മൂത്രമൊഴിക്കൽ മാത്രം. അപ്പോൾ അയാൾ നമ്മുടെ നാട്ടിൽ കിഴക്കോട്ട് തിരിഞ്ഞ്, അഥവാ കിബിലയുടെ എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. അയാളുടെ പിൻവശം എങ്ങോട്ടായി? കിബിലയുടെ ദിശയിലേക്കായി. അതിന് വിരോധമല്ല. കാരണം കിബിലയിലേക്ക് പിൻഭാഗം തിരിച്ചിട്ടുണ്ട്, പക്ഷേ ആ പിൻഭാഗത്തിലൂടെ വിസർജനം നടക്കണില്ല. അതുകൊണ്ട് അത് ഈ പറഞ്ഞ രീതിയിൽ മറയില്ലെങ്കിൽ, ഇനി ഒരു കാര്യം പറയാം, ഇല്ലാഫിൽ മറാഹീലി, ടോയ്ലറ്റുകളിൽ ഒഴികെ, കക്കൂസുകളിൽ ഒഴികെ, ഫയുബാഹു ഫീഹ, അവിടെ ഹലാലാണ് വിസർജനം മുത്തുലക്കൻ, എങ്ങനെയായാലും ഹലാലാണ്, ഹലാലിന് എതിരില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ കക്കൂസാണ്, ബാത്റൂം ഇതിനായിട്ട് സംവിധാനിച്ചിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ നിബന്ധന ഒത്ത മറ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ എന്ന്. ഈ പറഞ്ഞ രീതിയിലുള്ള മറ അവിടെ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. അപ്പം നമ്മൾ ഇപ്പം കക്കൂസ് സംവിധാനിക്കുന്നത് നമ്മൾ മറ ഏതായാലും ഉണ്ടെന്ന് ഉറപ്പാണ്. കാരണം ചുറ്റുഭാഗത്ത് ഭിത്തി കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു കക്കൂസ്, ഒരാൾ ബാത്റൂം പണിതിരിക്കുന്നത് വളരെ വിശാലമായിട്ടാണ്. അപ്പം അതിൽ ഈ മതിലിലേക്ക്, അഥവാ അതിൻ്റെ ഭിത്തിയിലേക്ക് 3 മുഴത്തിനേക്കാൾ അകലം കൂടുതലാണ് ഇവൻ ഇരിക്കുന്ന ക്ലോസറ്റിൻ്റെ അവിടെ നിന്ന്. അപ്പം നിബന്ധന ഒത്തിട്ടില്ല, മറയുടെ നിബന്ധന ഒത്തിട്ടില്ല. കാരണം 3 മുഴത്തിൻ്റെ അത്രയും ഏറ്റവും കൂടിയൊന്ന് അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. പക്ഷേ പറയട്ടെ, അതൊക്കെ കക്കൂസിൻ്റെ അകത്ത് ആയതോടുകൂടെ ആ പ്രശ്നമൊന്നും നമ്മൾ നോക്കണ്ട. അങ്ങനെ മറ ഉണ്ടോ, മറയുടെ നിബന്ധന ഉണ്ടോ, ഇതൊന്നും നോക്കേണ്ടതില്ല. വക്കൽ മിർഹാദി കുല്ലുമക്കാനി മുഅദ്ദിൻ ലിഖദാഇൽ ഹാജത്തി. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കക്കൂസ് എന്ന് പറയുമ്പോൾ മറ്റേ പ്രത്യേകമായ സംവിധാനം ഒരുക്കിയേക്കണം. ഇനി അതുപോലെ തന്നെയാണ് വിധി, അതേ വിധി തന്നെയാണ്, അതേപോലെയുള്ള സംവിധാനമൊന്നുമില്ല. പക്ഷെ വിസർജനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്, എന്തോ ഒരു സംവിധാനം, അത് വിസർജനത്തിന് വേണ്ടി ഒരുക്കിയേക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പോലത്തെ ഒരു കക്കൂസിൻ്റെ ബാത്റൂമിൻ്റെ സംവിധാനമൊന്നുമില്ല, എന്നാലും വിസർജനത്തിന് വേണ്ടി ഒരുക്കിയേക്കണെയാണ്. എന്നാൽ അതിനൊക്കെ ഇതേ വിധിയാണുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്തിഖ്ബാലോ ഇസ്തിദ്ബാറോ എന്താകുന്നില്ല, ഹറാമാകുന്നില്ല. പക്ഷെ നമ്മൾ നേരത്തെ അദബ് പറഞ്ഞിടത്ത് പറഞ്ഞു പോയിട്ടുണ്ട്, 13-ാം നമ്പറിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഈ ഒരുക്കി തയ്യാറാക്കപ്പെട്ട സംവിധാനം അഥവാ കക്കൂസ്, അതിൻ്റെ ഉള്ളിൽ വിസർജനം നടത്തുമ്പോൾ കിബിലയിലേക്ക് മുന്നോ പിന്നോ തിരിഞ്ഞിരുന്നു കൊണ്ട് വിസർജനം നടത്തൽ അദബിനെതിരാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. അദബല്ല, അത് ഹറാമില്ലെങ്കിലും അത് അദബിനെതിരാണ്. അതേപോലെ തന്നെ മറയുണ്ട്, പുറമേ ഉള്ള ഒരു സ്ഥലം, കക്കൂസൊന്നും അല്ല, പുറമെ ഒരു സ്ഥലം, ആ സ്ഥലത്ത് മറയുണ്ട്. ആ മറയോട് നിബന്ധന ഒത്ത് നമ്മൾ അടുത്തിട്ടുമുണ്ട്. അവിടെയും അതെ, ഈ കിബിലക്ക് തിരിയൽ, മുന്നോ പിന്നോ തിരിക്കൽ ഒഴിവാക്കലാണ് അദബ്. ഹറാമില്ലെങ്കിലും അദബ് അത് ഒഴിവാക്കലാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ.